ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നെക്സ്റ്റ് നമുക്ക് പറയാൻ പോകുന്ന ടോപ്പിക്ക് ഇൻ്റർഫേസ് ആണ്. ജാവയിൽ നമ്മളിപ്പോൾ ക്ലാസ് പഠിച്ചു, അതുപോലെ അബ്സ്ട്രാക്റ്റ് ക്ലാസ് പഠിച്ചു. അതുപോലെ വരുന്ന ഒരു സ്ട്രക്ചർ തന്നെയാണ് ഇൻ്റർഫേസ്. അതായത് ഇതിൻ്റെ സ്ട്രക്ചറും ഒരു ക്ലാസ് പോലെ തന്നെയാണ് ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ ഒരു ഇൻ്റർഫേസിൻ്റെ കീവേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അതിനെ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. അൻ ഇൻ്റർഫേസ് ഈസ് എ ബ്ലൂ പ്രിന്റ് ഓഫ് എ ക്ലാസ്. ഒരു ക്ലാസിൻ്റെ ബ്ലൂ പ്രിന്റ് ആണെന്ന് പറയുന്നത്. ക്ലാസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ഒരു മോഡലാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിനകത്ത് സ്റ്റാറ്റിക് കോൺസ്റ്റൻസ് ഒരു അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ നേരത്തെ ഇതിനു മുമ്പ് അബ്സ്ട്രാക്ട് ക്ലാസ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, അബ്സ്ട്രാക്ട് ക്ലാസ്സിൻ്റെ അകത്ത് അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സ് ഉണ്ടാകും. അതായത് ജസ്റ്റ് ഡിക്ലെയർ വെച്ചിട്ടുള്ള മെത്തേഡ് ഉണ്ടാകാം, അതുപോലെ കോൺക്രീറ്റ് മെത്തേഡ്സ് ഉണ്ടാകും, അതായത് ഡെഫിനിഷൻ ഉള്ള മെത്തേഡ്സ് ഉണ്ടാകും. പക്ഷേ ഇൻ്റർഫേസിനകത്ത് ഒരു മെത്തേഡും ഡെഫിനിഷൻ ഉണ്ടാവില്ല. അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സ് മാത്രമേ, എല്ലാം ജസ്റ്റ് ഡിക്ലറേഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ നോർമൽ വേരിയബിൾസ് ഉണ്ടാവില്ല. വേരിയബിൾസിൻ്റെ പ്രത്യേകത അതിൻ്റെ വാല്യൂ വേരി ചെയ്യും, മാറ്റി മാറ്റി കൊടുക്കാൻ പറ്റും. പക്ഷേ കോൺസ്റ്റൻസ് ആയിരിക്കും ഇൻ്റർഫേസിനകത്ത് ഉണ്ടാകുന്നത്. അതിൻ്റെ വാല്യൂസ് മാറ്റാൻ പറ്റില്ല. അപ്പോൾ വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കോൺസ്റ്റൻസും ഡെഫിനിഷൻ ഒന്നും ഇല്ലാത്ത മെത്തേഡ്സ്, അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സ് മാത്രമേ ഒരു ഇൻ്റർഫേസിനകത്ത് ഉണ്ടാവും. അപ്പോൾ അതൊരു പ്യുവർലി ഒരു മോഡലാണ്. ഇതിനെ കോപ്പി ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഒരു മോഡലാണിത്. ഇതിനെ പിന്നെ മറ്റ് ക്ലാസ്സുകൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട്, അതിന് ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നാണ് പറയുക, എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇതിനകത്തുള്ള അബ്സ്ട്രാക്റ്റ് മെത്തേഡിനൊക്കെ ക്ലാസ്സസ് ഡെഫിനിഷൻ കൊടുക്കും, സ്വന്തമായ ഡെഫിനിഷൻ കൊടുക്കും. അപ്പോൾ ഈ ഇൻ്റർഫേസ് ഉപയോഗിക്കുന്നത് ദ ഇൻ്റർഫേസ് ഇൻ ജാവ ഈസ് എ മെക്കാനിസം ടു അച്ചീവ് അബ്സ്ട്രാക്ഷൻ. അബ്സ്ട്രാക്ഷൻ അച്ചീവ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം കൂടിയാണ്. അതായത് എന്താണോ അതിൻ്റെ മോഡൽ അത് മാത്രം പറഞ്ഞു വെക്കുക. കൂടുതൽ അതിൻ്റെ വിശദീകരണങ്ങളും എക്സ്പ്ലനേഷൻസും ഡെഫിനിഷനും ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. അപ്പം ഇതിനകത്ത് അബ്സ്ട്രാക്ട് മെത്തേഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. മെത്തേഡ്സ് ഒന്നും ബോഡി ഉണ്ടാവില്ല. അതുപോലെ അബ്സ്ട്രാക്ട് ക്ലാസ്സിനെ പോലെ തന്നെ ഇതിന് നമുക്ക് ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഓബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒബ്ജക്റ്റിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് അതിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അബ്സ്ട്രാക്ട് ക്ലാസ്സിൻ്റെ അതേപോലെ തന്നെയാണ്. കാരണം ഇതിന് എല്ലാ മെത്തേഡ്സും ഡെഫിനിഷൻ ഇല്ല. അബ്സ്ട്രാക്ട് ക്ലാസ്സിന് ഇതിന് ഒരു മെത്തേഡും ഡെഫിനിഷൻ ഇല്ല. അപ്പോൾ ഇതിനെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് വെച്ചിട്ട് ഫംഗ്ഷനെ കോൾ ചെയ്യാനൊന്നും പറ്റില്ല. അതുപോലെ ഒരു ഇൻ്റർഫേസിനെ ആൻ ഇൻ്റർഫേസ് ഈസ് നോട്ട് എക്സ്റ്റെൻഡഡ് ബൈ എ ക്ലാസ്. ഒരു ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യല്ല ചെയ്യുന്നത്, ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ബൈ എ ക്ലാസ്. ഇംപ്ലിമെൻറ്റ് ചെയ്യാണ് ചെയ്യുക. കാരണം എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെല്ലാം കോപ്പി എടുത്തിട്ട് പിന്നെ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാന്നാണ് പറയുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഓവർ റൈഡ് ചെയ്തുകൊണ്ട് പഴയ പാരന്റിൽ കിട്ടിയ ഫംഗ്ഷൻ ഓവർ ചെയ്ത് പുതിയ ഡെഫിനിഷൻ കൊടുക്കാം. പക്ഷെ ഓൾറെഡി നമുക്ക് കോപ്പി എടുത്ത് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയാണ് എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഇൻ്റർഫേസിൽ നിന്ന് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ അവിടുന്ന് കിട്ടുന്ന കുറേ മെത്തേഡ്സ് ഡിക്ലറേഷൻ മാത്രമാണ്. അതിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റില്ല ഈ ചൈൽഡ് ക്ലാസ്സിന്. അപ്പോൾ അവിടെ അതെന്ത് ചെയ്യണം, ആ അബ്സ്ട്രാക്ട് മെത്തേഡ്സിനൊക്കെ ആദ്യം ഡെഫിനിഷൻ കൊടുക്കണം, അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മെത്തേഡ് ഉണ്ട്, കാൽക്കുലേറ്റ് എന്ന മെത്തേഡ് ഉണ്ടെങ്കിൽ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നുള്ളത് അതിനെ ഇൻഹെറിറ്റ് ചെയ്യുന്ന ഈ ചൈൽഡ് ക്ലാസ് പറയണം. അപ്പോൾ അതുകൊണ്ട് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നാണ് പറയാം. അതുപോലെ ഒരു ഇൻ്റർഫേസിന് മറ്റൊരു ഇൻ്റർഫേസിന് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇനി ഇൻ്റർഫേസ് ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻ്റർഫേസ് എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ജാവയിൽ മാത്രമുള്ള ഒരു കീവേഡാണ് ഇൻ്റർഫേസ്. സിയിലും CPP-ലും കീവേഡ് ഇല്ല. ഇൻ്റർഫേസ് എന്ന കീവേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ഒരു ഇൻ്റർഫേസ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് എന്നുള്ള കീവേഡ് ഉപയോഗിച്ച് നമ്മൾ ക്ലാസ്സിനെ ഡിക്ലെയർ ചെയ്യുന്നത്. അതുപോലെ ഇൻ്റർഫേസ് എന്ന കീവേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇൻ്റർഫേസിനെ ഡിക്ലെയർ ചെയ്യുന്നത്. പബ്ലിക് ഇൻ്റർഫേസ്, നെയിം ഓഫ് ഇൻ്റർഫേസ്. അപ്പോൾ നമ്മൾ പബ്ലിക് എന്നുള്ള അതിൻ്റെ ആക്സസ് സ്പെസിഫയർ കൊടുക്കുന്നു, അല്ലെങ്കിൽ ടൈപ്പ് ക്വാളിഫയർ കൊടുക്കുന്നു, പിന്നെ ഇൻ്റർഫേസ് എന്നുള്ള കീവേഡ് കൊടുക്കുന്നു, ദെൻ ഇൻ്റർഫേസിൻ്റെ പേര്, പിന്നെ ക്ലാസ്സിനെ പോലെ തന്നെ ബോഡി ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. ഇതിനകത്ത് ഫൈനൽ സ്റ്റാറ്റിക് ഫീൽഡുകൾ ഉണ്ടാവും, അതുപോലെ അബ്സ്ട്രാക്ട് മെത്തേഡ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇംപ്ലിസിറ്റ്ലി തന്നെ അബ്സ്ട്രാക്റ്റ് ആണ്. അതായത് ഇത് അബ്സ്ട്രാക്ട് മെത്തേഡ് നമ്മൾ സാധാരണ നോർമലി ഒരു ക്ലാസ്സിന് അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറയും. ക്ലാസിൻ്റെ മുമ്പ് ഒരു അബ്സ്ട്രാക്ട് കീവേഡ് കൊടുത്തിട്ടാണ് അബ്സ്ട്രാക്ട് ആക്കുന്നത്. ഇൻ്റർഫേസ് അബ്സ്ട്രാക്റ്റ് ആണ്, അതുകൊണ്ട് പിന്നെ അബ്സ്ട്രാക്ട് കീവേഡ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, അബ്സ്ട്രാക്ട് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതിനകത്ത് എല്ലാ ഫീൽഡുകളും സ്റ്റാറ്റിക് ആൻഡ് ഫൈനലാണ്. അതിൽ നമ്മളിനി കൊടുത്തിട്ടില്ലെങ്കിലും അങ്ങനെ എടുക്കുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ താഴെ ഈ ഡയഗ്രത്തിനകത്ത് നോക്കുക, ഇൻ്റർഫേസ് പ്രിൻ്റബിൾ എന്ന് പറഞ്ഞ ഇൻ്റർഫേസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതായത് ഇൻറ്റ് മിനിമം 5 എന്ന് കൊടുത്തിട്ടുണ്ട്, വോയിഡ് പ്രിൻ്റ് മെത്തേഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇതിനെ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രിൻ്റബിൾ ഡോട്ട് ജാവ എന്നുള്ള ഫയൽ ഒരു ജാവ ഫയലാണ്. കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് പബ്ലിക് സ്റ്റാറ്റിക് ഫൈനൽ ഇൻ്റ് ആണ്. അതായത് ഇവിടെ നമ്മൾ കൊടുത്ത ഇൻറ്റിനെ സ്റ്റാറ്റിക് ഫൈനലാക്കി മാറ്റി. അപ്പോൾ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻ്റർഫേസിനകത്തായതുകൊണ്ട്
ഇന്റർഫേസിനകത്ത് നമ്മൾ നോർമൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്താൽ പോലും അതിനെ ഫൈനലായിട്ട് എടുക്കുള്ളൂ. അത് ഇംപ്ലിസിറ്റ്ലി തന്നെ സ്വയമേ തന്നെ അത് സ്റ്റാറ്റിക് ആണ്. അതുപോലെ ഫൈനൽ ഒറ്റ കോപ്പി ഉണ്ടാവുള്ളൂ, അത് ഫൈനൽ ആയിരിക്കും. പിന്നെ നമുക്ക് വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഇന്റർഫേസിന്റെ ഈച്ച് ഫീൽഡ് ഇൻ ഇന്റർഫേസ് ഈസ് ഓൾസോ ഇംപ്ലിസിറ്റ്ലി സ്റ്റാറ്റിക് ആൻഡ് ഫൈനൽ. സ്റ്റാറ്റിക് ആൻഡ് ഫൈനൽ, അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിക്കും അതുപോലെ ഫൈനൽ കീവേഡ് ഉപയോഗിക്കണമെന്നില്ല. വേണമെങ്കിൽ ഉപയോഗിച്ച് നമുക്ക് ഇവിടെ തന്നെ എഴുതാം, ഉപയോഗിച്ചില്ലെങ്കിലും അത് അങ്ങനെ എടുക്കുള്ളൂ. അതുപോലെ ഇന്റർഫേസിനകത്ത് എല്ലാ മെത്തേഡ്സും പബ്ലിക് ആണ്. നമ്മൾ വോയിഡ് കൊടുത്ത് പ്രിന്റ് കൊടുത്താൽ ഇവിടെ വോയിഡ് പബ്ലിക് അബ്സ്ട്രാക്ട് വോയിഡ് എന്ന് ആക്കും കമ്പൈലർ. കാരണം ഇത് അബ്സ്ട്രാക്ട് ആണ് ഓൾറെഡി, അതുപോലെ പബ്ലിക് ആണ്. കാരണം ഈ മെത്തേഡിന് നമ്മൾ ഡെഫിനിഷൻ കൊടുത്തിട്ടില്ല. ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ചൈൽഡ് ക്ലാസ് ആണ് ഡെഫിനിഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ചൈൽഡ് ക്ലാസ്സിന് അതിനെ കിട്ടണമെങ്കിൽ അതിനെ പബ്ലിക് ആയിരിക്കണം. പബ്ലിക് ആയ മെത്തേഡിനെ ചൈൽഡ് ക്ലാസ്സിന് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഇംപ്ലിസിറ്റ്ലി പബ്ലിക് ആയിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു എക്സാമ്പിൾ ആണ് ഇന്റർഫേസ് ഐറ്റം കോൺസ്റ്റൻസ്. അത് ഇൻറ്റ് കോഡ് എന്ന് പറയുന്ന വാല്യൂ 1001 ആക്കിയിട്ടുണ്ട്. സ്ട്രിംഗ് നെയിം ഫാൻ എന്ന് ചെയ്തു, ഡിസ്പ്ലേ. ഇപ്പൊ നമ്മൾ നോർമൽ ഇന്റർഫേസ് എഴുതുന്ന ഒരു രീതിയാണ്. അപ്പോൾ ക്ലാസ് പോലെ തന്നെ പക്ഷേ ഇവിടെ ഇന്റർഫേസിനുള്ള കീവേഡാണ്, ബാക്കിയെല്ലാം സെയിം ആണ്. പക്ഷെ ഇതിന്റെ പ്രത്യേകതകൾ കിടക്കുന്നത് ഇതിനെ കമ്പൈൽ ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിന്റെ പ്രത്യേകത വരുന്നത്. അതുപോലെ മെത്തേഡ് നമ്മൾ ജസ്റ്റ് ഡിക്ലെയർ ചെയ്യാനേ പറ്റുള്ളൂ. ഈ മെത്തേഡ് അബ്സ്ട്രാക്ട് മെത്തേഡായി മാറും ഇന്റർഫേസിനകത്തുകൊണ്ട്. അതുപോലെ ഈ രണ്ട് വേരിയബിൾസ് ഒക്കെ സ്റ്റാറ്റിക് ഫൈനൽ കോൺസ്റ്റൻസ് ആയിട്ട് മാറും. ഈ ഇന്റർഫേസിനെ എങ്ങനെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുക അല്ലെങ്കിൽ അതിന് ഇൻഹെറിറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു ഇന്റർഫേസിനെ മറ്റൊരു ഇന്റർഫേസിന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അത് ഒരു ക്ലാസ് മറ്റൊരു ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ അവിടെ നമ്മൾ എക്സ്റ്റെൻഡ് കീവേഡാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ താഴെ ഡയഗ്രാം ശ്രദ്ധിക്കുക. ഒരു ക്ലാസ് മറ്റൊരു ക്ലാസ്സിൽ നിന്ന് ഇപ്പോൾ മുകളിലത്തെ ക്ലാസ്സിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് താഴത്തെ ക്ലാസ് ചെയ്യുന്നത്. എക്സ്റ്റെൻസ് എന്നുള്ള കീവേഡ് നമ്മൾ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ അതുപോലെ ഇന്റർഫേസിന് കേസ് വരുമ്പോൾ ക്ലാസ് എന്ത് ചെയ്യുന്നത്, ഇന്റർഫേസിന് ഇംപ്ലിമെന്റ് ആണ് ചെയ്യുന്നത്. ഇംപ്ലിമെന്റ്സ്. അപ്പോൾ ക്ലാസ് ഇംപ്ലിമെന്റ്സ് ഇന്റർഫേസ്. അതേസമയം ഇപ്പോൾ ഇത് രണ്ടും ഇന്റർഫേസ് ആണ്, മുകളിലും താഴെ ഇന്റർഫേസ് ആണ്. അവിടെ എക്സ്റ്റെൻഡ് ആണ് ചെയ്യുന്നത്. അതായത് ഇന്റർഫേസ് രണ്ടും അബ്സ്ട്രാക്ട് ആണ്, രണ്ടും സെയിം ടൈപ്പ് ആയതുകൊണ്ട് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുക, അതിന്റെ പ്രോപ്പർട്ടീസിനെ കോപ്പി ചെയ്ത് എടുക്കുക ചെയ്യുന്നത്. പക്ഷേ ഒരു ക്ലാസ് ഇന്റർഫേസിനെ ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല, അത് ഇംപ്ലിമെന്റ് ചെയ്യാനേ പറ്റുള്ളൂ. അതിന്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഇന്റർഫേസിനകത്ത് ഡിക്ലെയർ ചെയ്ത എല്ലാ അബ്സ്ട്രാക്ട് മെത്തേഡ്സിനെയും അതിനെ ഇൻഹെറിറ്റ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണെങ്കിൽ, ചൈൽഡ് ക്ലാസ് ആണെങ്കിൽ, അത് നോർമൽ ക്ലാസ് ആണെങ്കിൽ ആ ഇന്റർഫേസിനകത്ത് ഡിക്ലെയർ ചെയ്ത എല്ലാ അബ്സ്ട്രാക്ട് മെത്തേഡും ഡെഫിനിഷൻ കൊടുത്തിരിക്കണം, മസ്റ്റ് ആണ്, അല്ലെങ്കിൽ കമ്പൈലർ എറർ വരും. അപ്പോൾ ഈ ഇന്റർഫേസിനകത്ത് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന അബ്സ്ട്രാക്ട് മെത്തേഡ്സിനെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാൻ അതിന്റെ ഡെഫിനിഷൻ കൊടുക്കേണ്ടത് അതിനെ ഇൻഹെറിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ക്ലാസിന്റെ ഡ്യൂട്ടിയാണ്. അങ്ങനെ ചെയ്താലേ അത് വർക്ക് ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ കമ്പൈലർ വരും. ഇപ്പോൾ ഇവിടെ ഇന്റർഫേസ് നെയിം ടു എക്സ്റ്റൻസ് നെയിം ആണ്, അത് ഈ കേസാണ് പറയുന്നത്. ഇന്റർഫേസ് മറ്റൊരു ഇന്റർഫേസിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന കേസാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ഇന്റർഫേസ് ആർ യൂസ്ഡ് ആസ് സൂപ്പർ ക്ലാസ് ഹൂസ് പ്രോപ്പർട്ടീസ് ആർ ഇൻഹെറിറ്റഡ് ബൈ ക്ലാസ്സസ് സൂപ്പർ ക്ലാസ് ആയിട്ട് മാത്രം ഇന്റർഫേസ്, നമ്മൾ പറഞ്ഞല്ലോ ഇന്റർഫേസിനെ ഡയറക്റ്റ് നമുക്ക് ഇന്റർഫേസിന്റെ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പറ്റില്ല, കാരണം അതിൻ്റെ അകത്ത് മെത്തേഡ് ഡെഫിനിഷൻ ഒന്നും ഇല്ലാണ്ട് കോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് സൂപ്പർ ക്ലാസ് ആയിട്ട് മാത്രം ആക്ട് ചെയ്യണത്. അപ്പോൾ നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യും, ആ മോഡലിനെ ക്ലാസ്സസ് കോപ്പി ചെയ്യും, അതിന്റെ മെത്തേഡ്സിനൊക്കെ എന്ത് ചെയ്യും, അതിന്റെ മെത്തേഡ്സിനെ അത് ഇംപ്ലിമെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ സിൻടാക്സ് കൊടുത്തിട്ട് ക്ലാസ് നെയിം, ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്, ക്ലാസ് നെയിം, അതിന്റെ ക്ലാസ് എടുത്തു, ഇംപ്ലിമെന്റ്സ് ഇന്റർഫേസ് നെയിം. അപ്പോൾ ഇന്റർഫേസിനാണ് കോപ്പി ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്യുന്നത്, അവിടെ ഇംപ്ലിമെന്റ്സ് എന്നാണ് കൊടുക്കുന്നത്, ബാക്കിയെല്ലാം നോർമൽ പോലെ. അപ്പോൾ ചെയ്യേണ്ടത് ഇവിടുത്തെ ഇന്റർഫേസിന്റെ അകത്തുള്ള എല്ലാ അബ്സ്ട്രാക്ട് മെത്തേഡ്സിനും ഈ ക്ലാസ് ഇവിടെ അതിനകത്ത് ഡെഫിനിഷൻ കൊടുത്തിരിക്കണം. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഇപ്പോൾ ഇന്റർഫേസ് ഡ്രോവബിൾ എന്ന് പറഞ്ഞ ഇന്റർഫേസ് ഉണ്ട്, അതിൻ്റെ അത് വോയിഡ് ഡ്രോ എന്നൊരു അബ്സ്ട്രാക്ട് ഒരു മെത്തേഡ് ഉണ്ട്, ഡിക്ലെയർ ചെയ്ത് വെച്ചു, ഇന്റർഫേസ് ക്ലോസ് ചെയ്തു, അത്രേ ഉള്ളൂ. ക്ലാസ് റെക്ടാങ്കിൾ ഇംപ്ലിമെന്റ്സ് ഡ്രോവബിൾ, ഈ ഡ്രോവബിൾ എന്ന ഇന്റർഫേസിനെ ഈ ക്ലാസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അപ്പോൾ ചെയ്യുന്നത് എന്താണ് നോക്കുമ്പോൾ, പാരന്റ് ആ ഇന്റർഫേസിൽ ഉണ്ടായിരുന്ന ഒരു മെത്തേഡ് ഡ്രോ, ഈ ഡ്രോ എന്ന മെത്തേഡിന് ഇവിടെ ഡെഫിനിഷൻ കൊടുത്തു. അപ്പോൾ ഇത് മസ്റ്റായിട്ട് കൊടുത്തിരിക്കണം, അല്ലാതെ ഈ ഇംപ്ലിമെന്റ് ചെയ്താൽ അല്ലെങ്കിൽ കമ്പൈൽ ശരിയാവില്ല. അപ്പോൾ ഡ്രോവബിളിനെ റെക്ടാങ്കിൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡ്രോവബിളിലുള്ള ഈ അബ്സ്ട്രാക്ട് മെത്തേഡ്സിനെല്ലാം ഇവിടെ ഡെഫിനിഷൻ കൊടുത്തിരിക്കണം. ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണിത്. മറ്റൊരു എക്സാമ്പിൾ ആണ് ഇന്റർഫേസ് പ്രിന്റബിൾ എന്ന് പറയുന്ന ഇന്റർഫേസിനകത്ത് പ്രിന്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇന്റർഫേസ് ഷോവബിൾ. അപ്പോൾ ഇത് നോക്കിയത് ഒരു മോഡലാണ്. പ്രിന്റബിൾ ആണെങ്കിൽ നമ്മളിപ്പോൾ എൻ്റെ ക്ലാസിന്റെ പേര് A7 എന്നാണ്, അത് പ്രിന്റബിൾ ആണ്, എന്ത് ചെയ്യണം, അത് പ്രിന്റബിൾ എന്ന മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പോൾ ക്ലാസ് A7 ഇംപ്ലിമെന്റ്സ് പ്രിന്റബിൾ. അതുപോലെ ഷോവബിൾ ആവണമെങ്കിൽ ഇംപ്ലിമെന്റ്സ് പ്രിന്റബിൾ ഷോവബിൾ, അതിനെ കോമ ഇട്ടിട്ട് നമുക്ക് എത്ര ഇന്റർഫേസിനെ ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പോൾ A7 ഈ പ്രിന്റബിൾ ആണെങ്കിൽ പ്രിന്റ് എന്ന മെത്തേഡിന് കിട്ടി. ഇനി ഈ പ്രിന്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്, അത് ഏത് പ്രിന്റർ ഉപയോഗിച്ചാണ് പ്രിന്റ് ചെയ്യുന്നത്, അത് അങ്ങനെ
പല ടൈപ്പ് പ്രിന്റിംഗ് ഉണ്ട്. അപ്പോൾ ഏതാണെന്നുള്ളത് അതിന്റെ ഡെഫിനിഷൻ കൊടുക്കേണ്ടത് ഈ ക്ലാസ് ആണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ പ്രിന്റ് ചെയ്യണം, പ്രിന്റബിൾ ആക്കി കഴിഞ്ഞാൽ അത് പ്രിന്റ് ചെയ്യണം. പ്രിന്റ് എന്ന മെത്തേഡ് കിട്ടുമ്പോൾ പ്രിന്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ അവിടെ കൊടുക്കണം. അതിന്റെ അകത്ത് എന്തൊക്കെ ഡെഫിനിഷൻസ് ആണ് കൊടുക്കുന്നത്, എങ്ങനെയാണ് പ്രിന്റ് ചെയ്യാൻ പോകുന്നതൊക്കെ എല്ലാം അത് ഈ AS എന്ന ക്ലാസ് ആണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. പക്ഷെ പ്രിന്റബിൾ എന്നുള്ള ഒരു പ്രോപ്പർട്ടി, ഒരു ബിഹേവിയർ കോപ്പിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പ്രിന്റബിൾ എന്നുള്ള ബിഹേവിയർ ഇപ്പോൾ AS കിട്ടി. അപ്പോൾ ആ ബിഹേവിയർ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് ഇപ്പോൾ ഈ AS എന്ന മെത്തേഡ് ആണ് തീരുമാനിക്കേണ്ടത്. അതുപോലെ ഷോ എന്ന മെത്തേഡിനും അതുപോലെ ഇവിടെ ഡെഫിനിഷൻ കൊടുത്തു. ഇനി മെയിൻ മെത്തേഡിന്റെ അകത്ത് AS1 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഒബ്ജക്റ്റ് വെച്ചിട്ട് പ്രിന്റിനെ കോൾ ചെയ്തു, ഷോയെ കോൾ ചെയ്തു. അപ്പോൾ ക്ലാസ്സിന് ഒരു ക്ലാസ്സാണ് AS1 ക്ലാസ്സിന് മാത്രമേ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ഫംഗ്ഷൻസിനെ കോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ പ്രിന്റും ഷോയും ഈ AS1 എന്ന ക്ലാസ് രണ്ട് ഇന്റർഫേസിൽ നിന്ന് ഇംപ്ലിമെന്റ് ചെയ്തെടുത്താണ്. അപ്പോൾ പ്രിന്റബിൾ ആക്കാൻ വേണ്ടി പ്രിന്റ് ഒന്നുമില്ല. അപ്പോൾ പ്രിന്റബിൾ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, പ്രിന്റ് എന്നുള്ള മെത്തേഡ് ഡിഫൈൻ ചെയ്യണം. ഷോബിൾ ആക്കണമെങ്കിൽ ഷോ എന്ന മെത്തേഡ് ഡിഫൈൻ ചെയ്യണം. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയാണ് ഇന്റർഫേസിനെ കുറിച്ച് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇന്റർഫേസിനെ കുറിച്ചുള്ള ഇനി പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾക്ക് ഞാൻ തരാം. താങ്ക് യു.